ലൂസിഫർ പോലെ ആയില്ല. ഹൈപ്പിനുള്ള ഇല്ല. അപ്പോൾ ഇല്ല. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടനെ കൊണ്ടുവന്ന് കുറേ ആഡംബരം കാണിച്ചു എന്നുള്ളതല്ലാതെ അതിനകത്ത് ലാലേട്ടൻ മുണ്ടെടുത്ത് വന്നപ്പോഴാണ് കൈയടിച്ചത്. അതാണ് ആൾക്കാർക്ക് വേണ്ടത്. അതാണ് ഇഷ്ടപ്പെടും. ഞാൻ വല്ലതും പറഞ്ഞ സ്പോയിലറായി പോവാണ്. എല്ലാവരും കമ്പയർ മൊത്തം പൃഥ്വിരാജിന്റെ ആളെയാ ഗോസിപ്പ് ഉണ്ട്. ലാലേട്ടനെ ഫുള്ളായിട്ട് താത്തിയിട്ട് പൃഥ്വിരാജ് ഫുള്ള്. ഇല്ല ലാലേട്ടനും പൃഥ്വിരാജ് സെയിം ലെവൽ. ആ സിനിമ ഉണ്ടാവും നമുക്ക് മനസ്സിലാവും. അതാണ് സിനിമ. ലാലേട്ടൻ സ്ക്രീൻ പ്രസൻസ് കുറവാണെന്നൊക്കെ പറയുന്നത്. ഇല്ല ആരും പറഞ്ഞ കുറവെന്ന്. കുറവാണെങ്കിലും തിയേറ്ററിൽ ഫുള്ള് ലാലേട്ടൻ തന്നെ. മനസ്സിലായോ? അതാണ് പാർട്ടിക്കാരൊക്കെ കുറച്ച് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കും. പാർട്ടിക്കാർ ഞാൻ കണ്ടതിൽ വെച്ച് നോക്കിയാൽ പാർട്ടിയൊക്കെ ഒന്നുമല്ല. മനസ്സിലായോ? ഇതാണ് സിനിമ എന്ന് വെച്ചാൽ 3 വേണ്ടി നമ്മളിപ്പോൾ വെയിറ്റിംഗ് ആണ്. വേറെ പിന്നെ വരണം. അപ്പോൾ ഉടനെ വരും. വെയിറ്റിംഗ് ആണ്. എന്തിനാണ് എന്തായാലും ഇത് കാണണം. കണ്ടിട്ട് മാക്സിമം. ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഡിമോട്ടിക്കേറ്റ് ചെയ്യത്തില്ല സിനിമയൊക്കെ. ആ ഡിമോട്ടിക്കേറ്റ് ഒന്നുമല്ല. നമ്മൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു നോക്കണം. എന്നിട്ട് നമ്മൾ പറയണം എങ്ങനെയുണ്ട് സിനിമയെന്ന്. മനസ്സിലായോ? അതാണ് സിനിമ. പിന്നെ അല്ല 3 വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പം പോലീസാണ് കിട്ടില്ല, ഒന്നും പറയില്ല. 10 out of 10. സ്ക്രീൻ പ്രസൻസ് കുറവാണെന്നൊക്കെ പറയും. കുറെ നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ടല്ലോ ഫിലിമിനെ. ഏതിന്റെ? ലാലേട്ടൻ സ്ക്രീൻ പ്രസൻസ് കുറവാണ്. എനിക്ക് ഒരു കുറവൊന്നും തോന്നില്ല. പക്ക ആരാണോ ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ വളരെ എനിക്ക് അവർക്ക് തലയ്ക്ക് ഓളമാണ്. കുറെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ പാർട്ടിക്കാരൊക്കെ. അതൊക്കെ കറക്റ്റ് സമയത്ത് ലാലേട്ടൻ അറിയാം എന്താ ചെയ്യേണ്ട, എപ്പോഴാണ് കറക്റ്റ് പ്രസൻസ് അറിയാം. പുള്ളിക്കാരൻ അറിയാം ഈ സിനിമ വിജയിക്കും. ആർക്കാണ് ഈ പടം ഇഷ്ടപ്പെടാതെ എനിക്ക് മനസ്സിലാവില്ല. എന്താണ് അവിടെ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അതിനൊപ്പം ഉണ്ടാവും. അതിൻ്റെ ഒപ്പം ഉണ്ടാവും. ലൂസിഫർ കണ്ടാലേ ഈ പടം അങ്ങോട്ട് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ഇത് കൊള്ളാം. ഈ ലൂസിഫറിനെ കൊണ്ട് 10 times ബെറ്ററാണ്. ഉറപ്പാണ് ബെറ്ററാണപ്പം. എന്തായാലും മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. OTT കാണുന്ന ആ ഒരു ആംബിയൻസ് കിട്ടത്തില്ല. ഉഗ്രം പടം. ഞാൻ റിവ്യൂ കണ്ടിട്ടാണ് വന്നത്. എല്ലാവരും അത്ര പോരെന്നൊക്കെ ഇന്നലെ മുതൽ റിവ്യൂ ഉണ്ടായിരുന്നല്ലോ, നെഗറ്റീവ്. പക്ഷേ ഒരു പ്രതീക്ഷയില്ലാതെയാണ് വന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു പടം മലയാളത്തിൽ വരുന്നത് നല്ലൊരു ഇതല്ലേ. അതുപോലെ ഡയറക്ഷൻ അടിപൊളി, ഒരു ഇൻ്റർനാഷണൽ ടച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണും. നമ്മളെല്ലാവരും പ്രതീക്ഷയില്ലാതെയാണ് വന്നത്. പക്ഷേ സൂപ്പറായിട്ടുണ്ട്. ഉഗ്രം പടം. ലൂസിഫർ വേറെ, അതൊരു മലയാള തനിമയും കൂടെ ഉള്ള ഒരു പടമാണല്ലോ. ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാം ഓവർസീസ് ആണല്ലോ ഫുൾ. അപ്പം ആ രീതിക്ക് നമ്മളിരുന്ന് കാണണം. ഇതെന്ന് പറയുന്നത് എല്ലാവരും മടത്തി കെട്ടി അടി കാണാൻ വേണ്ടി മാത്രം ലാലേട്ടൻ്റെ പടം കാണാൻ പറഞ്ഞിട്ട് ഇത് പറ്റൂല. സ്ക്രീനിൽ കുറവാണെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ നമുക്കത് അങ്ങനെയൊന്നും തോന്നത്തില്ല. ഇത് മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഒരു സ്ക്രീൻ ടൈം കുറവൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല ആ കഥയോടുകൂടി പോകുമ്പോൾ. രാഷ്ട്രീയമായിട്ട് കുറേ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പം ഓരോ അല്ല, അത് പടമായിട്ട് കണ്ടാൽ മതി. ഇപ്പം എല്ലാം സത്യമായിട്ടല്ലല്ലോ ഇത് കാണിക്കുന്നത് സിനിമയിൽ. നമ്മൾ ആ രീതിക്ക് കണ്ടാൽ മതി. അതിൽ വേറെ കമൻസ് ഒന്നുമില്ല. വേറെ കുഴപ്പമില്ല. ഉഗ്രം പടം. പക്ഷേ ഇത് ലാലേട്ടനും നല്ല ഇതുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. അത് മാത്രമല്ല ഇല്ലില്ല, കാട്ടിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, സൂപ്പർ. അതാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാട്ടിൽ വെച്ചൊരു ഫൈറ്റ് സീൻ. അത് ഉഗ്രനായിട്ടുണ്ട്. ഓവറോൾ നല്ല പടം, ഒന്നും പറയാനില്ല. ഇത് കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ അത് ഭയങ്കര ഇതായി പോയേനെ. ആദ്യം നമ്മളൊക്കെ ചോദിച്ചാൽ അയ്യോ ലൂസിഫറിൻ്റെ അത്ര കൊള്ളത്തില്ലെന്ന് എല്ലാവരും പറയില്ലേ, നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ അയ്യോ പിന്നെ എന്തിനു വെറുതെ നമ്മൾ 10-14 പേരുണ്ട് വെറുതെ ചെന്ന് കാണുന്നു പിന്നെ കണ്ട. പക്ഷേ ഇത് സൂപ്പറായിട്ടുണ്ട്. നല്ല പിന്നെ ഈ പറഞ്ഞ മലയാളികൾക്ക് പൊതുവെ ഫസ്റ്റ് ഡേ കണ്ടിട്ട് മിക്ക പടത്തിലും ഇപ്പോൾ ഉള്ളതാണ്. ചുമ്മാ വായി തോന്നുന്നു എന്തെങ്കിലും അങ്ങ് പറയും, പോരാ, അത്ര പോരാ. ഈ പടം ആ പടമായിട്ടിരുന്ന് കണ്ടാൽ നന്നായിട്ട് തന്നെ ഉണ്ട്. അല്ല മറ്റേ പടം ഇങ്ങനെ, ഈ പടം ഇങ്ങനെ. ഇതൊരു ഇംഗ്ലീഷ് പടമായിട്ട് ഇറക്കിയിരുന്നെങ്കിൽ എല്ലാവരും ചെന്ന് കണ്ടിട്ട് ഉഗ്രം. മലയാളത്തിൽ ഇങ്ങനെ ആരും എടുക്കാനില്ലല്ലോ എന്ന് പറയും. ഒരു മലയാളി എടുത്താൽ ഉടനെ കുറേടത്തന്മാർ ഇറങ്ങും ഇത് ചെയ്യാൻ വേണ്ടി. ഉഗ്രം പടം, ഒന്നും പറയാനില്ല. മേക്കിംഗ് അടിപൊളിയായിരുന്നു കേട്ടോ. ഡയറക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. പെർഫോമൻസ് എല്ലാം കിട്ടില്ലായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ഹെൽത്ത് വെയിറ്റിംഗ് ആണ് 3ാം ഭാഗത്തിനായിട്ട്. നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ടല്ലോ. അല്ല, ലൂസിഫറിന്റെ അത്ര ഇത് പറഞ്ഞ പോലെ ഒത്തിരി ഹൈപ്പ് ആയതുകൊണ്ടായിരിക്കും അത്ര എക്സ്പെക്ടേഷൻ്റെ അത്ര ഇതായിട്ടില്ല. അത്ര ഇതില്ല. എന്നാലും നല്ല മൂവി, നല്ല മേക്കിംഗ്, എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അടിപൊളി പടമാണ്, നല്ല പടമാണ്, 1 ടൈം വാച്ചബിളാണ്, കുഴപ്പമില്ല. കൊടുത്ത ഹൈപ്പിനുള്ളതൊക്കെ ഉണ്ട് ഫിലിമിൽ. എന്താ കൊടുത്ത ഹൈപ്പിനുള്ള 1 ടൈം വാച്ചബിളാണ്. കൂടുതലും
ഹിന്ദി ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ആൾക്കാർ നെഗറ്റീവ് പറയുന്നത്. ആർക്കൊന്നും മനസ്സിലാവുന്നില്ലായിരിക്കും. കൊള്ളാം. ലാലേട്ടൻ മുണ്ടെടുത്ത് വന്നാലാണ് ആ ഒരു സീന് മറക്കാൻ പറ്റില്ല. ആ ഒരു മുൻകൊടുത്ത് വരുന്ന ഒരു സീനുണ്ട് ഇന്റർവെല്ലിന് ശേഷം. അത് കൊള്ളാം. നല്ലായിരുന്നു, പോയി കാണണം. കാണും. ഇപ്പോൾ കാണാനുള്ള ഫിലിമാണ്. കൊടുത്ത ഹൈപ്പിനുള്ള ഉണ്ടോ ഫിലിം? കൊടുത്ത ഹൈപ്പിനുള്ള കണ്ടിട്ടൊന്നും മനസ്സിലായില്ല അപ്പോൾ. അല്ല മനസ്സിലായി, ഞാൻ അല്ല വേറെ ആളുടെ ഒപ്പീനിയൻ ചോദിച്ചു പറയുന്നത്. ലാലേട്ടനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്ക്രീൻ എക്സ്പീരിയൻസ് കുറവാണെന്ന് പറഞ്ഞു. കുറവാണ്, പക്ഷെ ഉള്ളതെല്ലാം നല്ലതാണ്. ഉള്ളതെല്ലാം നല്ലത് മാസമായിരുന്നല്ലേ? നല്ല സൂപ്പർ പടം, ഒരു സംശയമില്ല. വളരെ ഈ പറഞ്ഞ പോലെ നമ്മൾ പല നെഗറ്റീവ് റിവ്യൂസും എല്ലാം കണ്ടിട്ടാണ് ഇവിടെ വന്നത്. അപ്പം മാനസികമായിട്ടും രണ്ടും പ്രിപ്പയർഡായിട്ട് വന്നതാണ്, നെഗറ്റീവും പോസിറ്റീവും. പക്ഷേ പൊതുവേ നല്ലവണ്ണം എൻജോയ് ചെയ്തു. ലാലേട്ടനായിട്ട് ഇപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരുന്നു? എനിക്ക് രണ്ടും വളരെ മാച്ചായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഈ ഒരു ബന്ധവും ഇല്ല, മാച്ചിങ് അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് നല്ല മാച്ചിങ് ആയിട്ട് എല്ലാം അതുമായിട്ട് കോർത്തിണക്കിയിട്ടുള്ള ഇത് തന്നെയാണ്. ബന്ധമില്ലെന്നൊക്കെ പറയുന്നത് ചുമ്മയാണ്. ലാലേട്ടനെ കുറച്ച് സ്ക്രീനിൽ കുറച്ച് താഴ്ത്തിയത് പൃഥ്വിരാജിനാണ് കുറച്ച് ഹൈപ്പ് കൊടുത്തത്. അങ്ങനെ തോന്നിയില്ല. ലാലേട്ടന് ഇപ്പം ടൈമിംഗ് കുറവായെന്നെങ്കിലും അദ്ദേഹത്തിന് ഇതൊക്കെ മതി. ഇപ്പം നമ്മൾ വ്യൂവേഴ്സ് എന്നുള്ള രീതിയിൽ ഇത് തന്നെ ഗംഭീരമാക്കി. അത് ഇപ്പം 3, 4, 5 ഷോട്ട് വന്നാൽ തന്നെയും സിനിമയിൽ തിളങ്ങി നിന്ന ലാലേട്ടൻ അത്രയും സീനിൽ തിളങ്ങി നിന്നല്ലേ എന്തായാലും? ഓ തീർച്ചയായിട്ടും ഒരു സംശയമില്ല. നിങ്ങളത് കണ്ടു കാണുമല്ലോ, നന്നായിട്ടുണ്ട്. നമ്മൾ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നല്ല മേക്കിംഗ് ആണ്, പൃഥ്വിരാജ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മീൻസ് മലയാളം ഫിലിമിൽ നമുക്ക് ഇങ്ങനത്തെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ആ ലെവലിൽ നല്ലൊരു ഫിലിമായിട്ട്. ആവറേജ് ആണ്. ആ കൊടുത്ത അത്രയ്ക്കുള്ളതൊന്നുമില്ല. പറയുന്ന നെഗറ്റീവ് അപ്പോൾ കറക്റ്റ് ആണോ? കുറേ പേർ നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ. ലാലേട്ടൻ്റെ സ്ക്രീൻ എക്സ്പീരിയൻസ് കുറവാണ്. വൺ സൈഡഡ് ആയിട്ട് കാണിക്കുന്ന പോലെ ട്രെയിനൊക്കെ ഓട്ടോമാറ്റിക്കലി കത്തിയതും കുറച്ച് വയലൻസ് സീൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഓക്കെ. ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരുന്നു? ലൂസിഫർ തന്നെയാണ് ബെസ്റ്റ്. അത് തന്നെയാണ് ബെസ്റ്റ്. അല്ലല്ലേ ഇതെന്ന് പറയുമ്പോൾ മാസാണ്, അതിന് ഹോളിവുഡ് സ്റ്റൈലല്ലേ. മാസ് സ്റ്റോറിയൊക്കെ ഇത് കൊള്ളാം. ഇത് കുറച്ച് കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ച് മാസ് സീൻസ് ഒക്കെ. ഇത് വേറെ നോക്കുമ്പോഴേ ഒരു ഹോളിവുഡ് സ്റ്റൈലിലോട്ട് ഭയങ്കര മാസം പെടാം. മാസാണ് രാഷ്ട്രീയമായിട്ട് കുറച്ച് ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തായിരിക്കും? കുറച്ചൊക്കെ ആ തുടക്കത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു വൺ സൈഡായിട്ട് കേരളത്തിലേക്ക് നമ്മളെ ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയത്തിനെ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ളൊരു അല്ല ഇത് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കുറെ ഡിഗ്രേഡ് വരുന്നുണ്ട്. ഡിഗ്രേഡ് വരുന്നുണ്ട്. അങ്ങനെയൊരു സംഭവം കാണുമ്പോൾ കുറച്ച് തുടക്കത്തിലൊരു എല്ലാ സൈഡും രണ്ട് സൈഡും ഉണ്ടല്ലോ ചിലതൊക്കെ പറയാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ഇതൊന്നും പറയാൻ പറ്റില്ല. അല്ല പടം എനിക്ക് എൻ്റെ സ്റ്റൈല് ഭയങ്കര സ്റ്റൈലല്ലേ, ഭയങ്കര മേക്കിംഗ് അല്ലേ. കണ്ടു കഴിഞ്ഞാൽ ചില ഏരിയ കണ്ടു കഴിഞ്ഞാൽ അത്രയും എന്താ ഹോളിവുഡ് പോലെ അല്ലേ, ഹോളിവുഡ് സ്റ്റൈലല്ലേ. ഭയങ്കര മേക്കിംഗ് അടിപൊളി മേക്കിംഗ്. ലൂസിഫറാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. ലൂസിഫറാണ് കുറച്ചുകൂടി ബെറ്റർ. ലാലേട്ടൻ സ്ക്രീൻ പ്രസൻസ് കുറവാണെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ തോന്നിയായിരുന്നു? അങ്ങനെ തോന്നിയില്ല. എങ്ങനെയുണ്ട്? ലാലേട്ടൻ സ്ക്രീൻ പ്രസൻസ് കുറവാണെന്ന് പറയുന്നത് അങ്ങനെ തോന്നിയായിരുന്നു? കുഴപ്പമില്ല. ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നല്ല വെറൈറ്റി അല്ലേ, നമ്മളിതുവരെ കാണാത്തൊരു ലൂസിഫറിനെക്കാളും ബെറ്റർ ആണല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടും അതിൻ്റെതായ കൊടുത്ത ഹൈപ്പിനുള്ള ഉണ്ടാവും. കൊടുത്ത ഹൈപ്പിനുള്ള ഉണ്ടാവും ഫിലിം. ഇപ്പം പൃഥ്വിരാജും ലാലേട്ടനും നല്ലൊരു ഹൈപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ ഫിലിമിന്. സോഷ്യലി നല്ലൊരു സ്റ്റോറിയിൽ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്. കൊള്ളായിരുന്നു എന്തായാലും. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. ഞങ്ങൾ ലൂസിഫർ കണ്ടിട്ട് അതിൻ്റെ ഒപ്പം ഉണ്ടാവുമോ ഫിലിം? ഇല്ല, ലൂസിഫറിൻ്റെ അത്രയും ഇതല്ല. ഇത് വേറൊരു കുറേ ഡയമെൻഷൻസ് വരുന്നുണ്ടല്ലോ. അത് കുറച്ച് റിസർവ്ഡ് ആണ്. ഇത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത രീതിയിലാണ്. കൊള്ളാം, നല്ല ഫോട്ടോ. ഹൈപ്പിനുള്ളതില്ല, പ്രതീക്ഷിച്ചു പോയ അത്രയില്ല. ഇത്രയ്ക്ക് ഹൈപ്പ് കൊടുക്കണ്ടായിരുന്നല്ലേ? കുറച്ചൊന്ന് കുറയ്ക്കായിരുന്നു. പക്ഷെ അവർ എടുത്ത എഫേർട്ടിന് നല്ലതാണ്. നല്ല കവറേജ് ആണ്. ക്ലാസ് മൂവി, എക്സലന്റ് മേക്കിംഗ്, ഇന്റർനാഷണൽ സൂപ്പർ ആയിരുന്നു. കുറച്ച് നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ടല്ലോ നത്തിങ് ഡൂയിങ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളല്ലേ. ലൂസിഫറിനൊപ്പം ഉണ്ടാവോ? പിന്നെ ഓഫ് കോഴ്സ് നല്ല പടമാണ്. നല്ല പടമാണ്. ലൂസിഫറിനൊപ്പം ഉണ്ടാവോ ഫിലിം? രണ്ട് ക്ലാസ് കൊടുത്ത ഹൈപ്പിനൊക്കെ
കൊടുത്ത ഹൈപ്പിനല്ല, രണ്ടും രണ്ട് ക്ലാസ്സാണ്. രണ്ട് ക്ലാസ്സാണ്. അല്ല ഇപ്പോൾ ഈ എമ്പുരാനെ ഒരു ഹൈപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ ഫിലിമിന്, അത് നിങ്ങൾ പ്രതീക്ഷിച്ചു വന്ന ആ ഒരു ഉണ്ടോ? ഫാൻസിൻ്റെ അവർ കൊടുത്ത ഹൈപ്പല്ലേ, ശരിക്കും പടം വേറെ ലെവലാണ്. നന്നായിരുന്നു. നമ്മളെ ലൂസിഫറിനൊപ്പം ഉണ്ടാവോ ഫിലിം? അതേപോലെ തന്നെ നമുക്ക് ലൂസിഫർ ഞാൻ തിയേറ്ററിൽ പോയി തന്നെയാണ് കണ്ടത്. പിന്നെ ഇത് കാണാൻ വേണ്ടി പറയുമ്പോൾ ലൂസിഫർ ഞാൻ ഒരിക്കൽ കൂടെ കണ്ടില്ല, അല്ലാതെ തന്നെ വന്ന് കണ്ടത്. ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. രാവിലെ 6 മണിക്ക് ഓപ്പണിംഗ് ഷോ ഇന്നലെ കണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഒന്ന് പോയി, ഇപ്പോൾ ഒന്ന് ഫ്രണ്ട്സ് പിന്നെ ടിക്കറ്റ് എടുത്തോണ്ട് പിന്നെ നമ്മൾ ആ കൊടുത്ത ഹൈപ്പിനുള്ളതുണ്ടോ ഫിലിം? അല്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായി ഇഷ്ടപ്പെട്ടു. സ്ക്രീൻ പ്രസൻസ് കുറവാണെന്ന് പറയുന്നത് അതൊക്കെ എങ്ങനെ? അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ലൂസിഫറിനൊപ്പം ഉണ്ടാവോ ഫിലിം? ഒപ്പം ഉണ്ടാവുമെന്ന് പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അതിനെക്കാട്ടും കൊടുത്ത ഹൈപ്പിനുള്ളതുണ്ട് എന്തായാലും ഫിലിം. ഉറപ്പായിട്ടും. ലാലേട്ടൻ സ്ക്രീൻ പ്രസൻസ് കുറവാണെന്ന് പറയുന്നത്. ചോദിച്ചാൽ ലാലേട്ടൻ ഫാനാണ്. എങ്ങനെയുണ്ട് മോനെ? ലാലേട്ടൻ ഫുൾ ഉണ്ടായിരുന്നു സ്ക്രീനിൽ. ഇഷ്ടപ്പെട്ടോ? ലൂസിഫർ കണ്ടായിരുന്നോ? അതിനൊപ്പം ഉണ്ടോ? അതിനേക്കാളും ഉണ്ടോ? പൊളിയാണ് എന്തായാലും. അടിപൊളിയാണ്. ലാലേട്ടനൊക്കെ എങ്ങനെ? രാജേട്ടൻ മാസമാണ്. നമ്മളെ ലൂസിഫറിനൊപ്പം ഉണ്ടോ? അതിനെക്കാട്ടി കൊള്ളാം. അതിനേക്കാളും കൊള്ളാം. ലാലേട്ടൻ സ്ക്രീൻ പ്രസൻസ് കുറവാണെന്ന് പറയുന്നത്. മ്യൂസിക്കും എല്ലാം പ്രോപ്പർ മ്യൂസിക്കും കാര്യങ്ങളും. സ്ക്രീൻ പ്രസൻസ് കുറവാണോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. പക്ഷേ ഇതൊരു ഇന്റർനാഷണൽ ലെവലിലെ സംഭവം ഇത് പിടിച്ചേക്കുന്നത്. ലൂസിഫർ ആ കേരളത്തിൽ മാത്രം നിന്നാണെങ്കിൽ ഇത് പ്രോപ്പർ പുറത്തൊക്കെ പോയുള്ള കിടില ഫ്രെയിംസാണ്. പറഞ്ഞ അവർ ഉണ്ടാക്കിയ കുറച്ച് ക്യാമിയോസ് ഉണ്ട്, എല്ലാം കൊള്ളാം, അടിപൊളിയാണ്. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? തകർത്തോ? ലാലേട്ടൻ വിഷയം കുറച്ച് സ്ക്രീൻ പ്രസൻസ് കുറവാണെന്ന് പറയുന്നല്ലോ ലാലേട്ടന്. ലൈക്ക് സ്ക്രീനിൽ കണ്ടില്ലെങ്കിൽ പോലും പുള്ളിയുടെ ആ സംഭവം ഉണ്ട്. സ്റ്റാർട്ട് തന്നെ ഉണ്ട് ഫുള്ള്. അത് ഈ ഭയങ്കര എക്സ്പെക്റ്റേഷൻ വെച്ച് പോകുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്, അല്ലാതെ അടിപൊളി സിനിമയാണ്. പറഞ്ഞ ആ ഒരു ഇപ്പൊ പൃഥ്വിരാജൊക്കെ ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടല്ലോ, അത്രയ്ക്കൊന്നുമില്ലേ? അത് അത്ര എക്സ്പെക്ട് ചെയ്ത് പോകുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ മേക്കിംഗ് വൈസ് ഒക്കെ പുള്ളിക്കാരൻ പറഞ്ഞ അതുപോലെ ഉണ്ട്, അടിപൊളിയാണ്. ബാക്കിയുള്ള ലൈക്ക് ഫോറിൻ ആക്ടേഴ്സ് ആയാലും വെറും വിഷ്വഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണ് ഇങ്ങനെ എല്ലാവരും പറയണതെന്ന് അറിഞ്ഞൂടാ. കുറേ നെഗറ്റീവൊക്കെ വന്നു. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ടു വെച്ച് അടിപൊളി സിനിമയാണ്. ലൂസിഫറിന്റെ അത്ര വരില്ല. പക്ഷെ ലൂസിഫർ വേറെ തന്നെ ഒരു സിനിമയാണ്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ലൂസിഫറിന്റെ സീക്വൽ അല്ല, വേറൊരു ചാപ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് എടുത്തു വെച്ചേക്കുന്നത്. ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അടിപൊളി സിനിമയാണ്. ലൂസിഫറിനൊപ്പം ഉണ്ടാവോ ഫിലിം? ലൂസിഫറിന്റെ അത് വേറെ, ഇത് വേറെ. രണ്ട് സ്റ്റോറി ആയിട്ടാണ്. രണ്ട് സ്റ്റോറിയാണ്. പക്ഷേ അത് കൊള്ളാം. പക്ഷേ 3 പാർട്ടിക്കാരെ ശരിക്ക് അതുകൊണ്ടാണ് കുറെ പാർട്ടിക്കാർ ഡീഗ്രേഡ് ചെയ്യുന്നതെന്നൊക്കെ പറയാറുണ്ടല്ലോ. 3 പാർട്ടിക്കാരെ ശരിക്ക് കളിയാക്കിയിട്ടുണ്ട്. അങ്ങ് ഒരാളിനെ മാത്രം വിട്ടിട്ട് CPM ശരിക്ക് നമുക്ക് പറയുമ്പോൾ അറിയാമല്ലേ, നമ്മളിത് കുറേ നാളോട്ട് കാണുന്നത്. 3 പാർട്ടിക്കാരുമുണ്ട്. ആരെയും വെറുതെ വിട്ടിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് ചിന്തിക്കണം മനുഷ്യർ, വേറെ രീതിയിൽ ചിന്തിക്കാതെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ കാണുക, അത്രേ ഉള്ളൂ. നമ്മൾ കുറേ നാളുകൊണ്ട് കാണുന്നതല്ലേ, നമുക്കറിയാം. പടം കുഴപ്പമില്ല, നല്ല ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലാലേട്ടന് സ്ക്രീൻ പ്രസൻസ് കുറവാണ്. അത് കുറച്ച് സ്ക്രീനിൽ കുറച്ച് കുറവാണ്. അതൊരു ഒരു കഥയാകുമ്പോൾ ഒന്നും പറയാം. നെഗറ്റീവൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ സ്വാഭാവികമല്ലേ, 5 പേരുള്ള ഒരേപോലെ ഇരിക്കൂലല്ലേ. കൊള്ളാം. ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ലൂസിഫർ കണ്ടായിരുന്നില്ല? എങ്ങനെയുണ്ട്? ലൂസിഫറിന്റെ ഒപ്പം വരുമോ? കുഴപ്പമില്ല. ലാലേട്ടന് കുറച്ച് സീനൊക്കെ കുറവാണെന്ന് പറയുന്നു. സ്ക്രീൻ പ്രസൻസ് ഒക്കെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എങ്ങനെയുണ്ട്? നല്ല പടം, അടിപൊളി. പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നമ്മളെ ലൂസിഫറിനൊപ്പം ഉണ്ടോ? ഉണ്ട്. കുറച്ച് നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ടല്ലോ. നെഗറ്റീവ് ഉണ്ടോ? ലാലേട്ടന് സ്ക്രീൻ പ്രസൻസ് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു. ആസ് എ ലാലേട്ടൻ ഫാൻ എന്ന് പറഞ്ഞ് അങ്ങനെ തോന്നിയിട്ടില്ല. അടിപൊളി.